ഇന്ന് കേരളത്തിലെ രണ്ട് രാഷ്ട്രീയ നേതാക്കളുടെ പ്രസ്താവനകൾ രണ്ടും പ്രതീക്ഷിച്ചുകൂടാത്ത കേന്ദ്രങ്ങളിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ നേതാക്കളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് വിരുദ്ധമായ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ. രണ്ടും വൈറലാണ് ഇന്നത്തെ. തീർച്ചയായിട്ടും ടി ജിയുടെ മുമ്പിൽ അത് ഒരു കമൻറ്റ് ചോദിക്കുന്നത്, ടി ജി ഒരിക്കലും ഇങ്ങനെ മറ്റുള്ളവരുടെ നിലപാടോ നോക്കിയിട്ടല്ല നിലപാട്. ടി ജിയുടെ നിലപാട് വളരെ മൗലികമായിരിക്കും, വ്യതിരിക്തമായിരിക്കും. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ പലപ്പോഴും ഒരു ഒരു ചീളിട്ടിട്ട് ഓളങ്ങൾ ഉണ്ടാക്കുക, അതൊക്കെ ടി ജിയുടെ ഒരു ഒരു സുചിന്തിതമായ നിലപാടാണല്ലോ. ഈ സമയത്ത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, ഒന്ന് വെള്ളാപ്പള്ളി നടേശൻ്റേതാണ്. അത് ഇന്നത്തെ മീഡിയയിലെ പ്രധാനപ്പെട്ട വാർത്തയാണ്. അദ്ദേഹം മുസ്ലിം ലീഗിനെക്കുറിച്ച് അദ്ദേഹം സമീപകാലത്ത് വിമർശിച്ചു വരുന്നുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ എല്ലാ പരിധിയും കടന്ന് മുസ്ലിം ലീഗിലെ തീവ്രവാദികളെയും ഭീകരവാദികളെയും ഒക്കെ വിട്ട് മുസ്ലിം ലീഗിനെ തന്നെ നേർക്കുനേരെ ചെന്ന് അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ പരമാവധിയിലാണ്. മുസ്ലിം ലീഗ് ഈ മിഠായിയിൽ പൊതിഞ്ഞ സയനൈഡാണ്, തൊട്ടു പോകരുത്, അടുത്തു പോകരുത്, സൂക്ഷിക്കണം, ഭയങ്കര മാരകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തെ നശിപ്പിക്കുന്ന ഒരു ചൂട് നശിപ്പിച്ച ശക്തിയാണ് ലീഗ് എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ. സാധാരണ രീതിയിൽ SNDP യോഗത്തിൻ്റെ ഒരു നേതാവിൽ നിന്ന് നമ്മൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതും ഇങ്ങനെ എക്സ്ട്രീമായ അങ്ങേയറ്റം ഡിവിസീവായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നില്ല. ഇതേ സമയത്ത് ഞാൻ ഇന്ന് കണ്ട സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറന്ന് നടക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നത് BJPയുടെ മുതിർന്ന നേതാവ് CK പത്മനാഭൻ ചേട്ടൻ്റെ ഭാഗത്തു നിന്നാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് സോഷ്യൽ മീഡിയയിലാണ്. അത് ഏതോ ഒരു ചാനലിന് കൊടുത്ത ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത്, കേരളത്തിൻ്റെ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്നവരാരും കേരളത്തിലെ ന്യൂനപക്ഷത്തെ തള്ളിപ്പറയുകയില്ല. അടിത്തറ തീർച്ചയായും BJPയുടെ അടിത്തറ തീർച്ചയായും ഭാരതീയ സംസ്കാരത്തിലും ഹിന്ദു ധർമ്മത്തിലും അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, ഓഫ് കോഴ്സ്. പക്ഷേ ആ അടിത്തറ മാത്രം പോരല്ലോ. ഒരു ജനകീയ പ്രസ്ഥാനമായി ജനമനസ്സിലേക്കും നമ്മുടെ നാടിൻ്റെ കേരളത്തിൻ്റെ പ്രതിനിധാന സഭകളിലേക്കും വളരണമെങ്കിൽ തീർച്ചയായിട്ടും ന്യൂനപക്ഷങ്ങൾ വളരെ പ്രധാനമാണ്. അതിൽ കേരളത്തിൻ്റെ മജ്ജയും മാംസവുമായ ഒരു ന്യൂനപക്ഷമാണ്. ഇത് ക്രിസ്ത്യാനികൾ മാത്രമല്ല. ക്രിസ്ത്യാനികളെക്കാൾ അദ്ദേഹം ഊന്നി പറയുന്നത് മുസ്ലിങ്ങളെയാണ്. അപ്പോൾ മുസ്ലിങ്ങളെ പരിഗണിക്കാതെ, മുസ്ലിങ്ങളുടെ കൂടി വിശ്വാസത്തിലെടുക്കാതെ, അവരുടെ കൂടി വിശ്വാസം ആർജിക്കാതെ BJPക്ക് കേരളത്തിൽ വളരാനാവില്ല. ഇത് എനിക്ക് വ്യത്യസ്തമായി തോന്നുന്നത്, ഒരിക്കലും ആസ് എ ഹോൾ ഇന്ത്യൻ BJP എന്ന നിലയിൽ ആരും പറയാൻ ധൈര്യപ്പെടാത്തൊരു കാര്യമാണ്. ഇന്ത്യൻ BJPയുടെ ചിത്രം, നാഷണൽ ലെവലിലെ ചിത്രം വേറെയാണല്ലോ. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളെ കുറിച്ച് എനിക്ക് മാത്രമല്ല, എനിക്ക് തീർച്ചയായിട്ടും ടി ജിയിൽ നിന്ന് ഞാൻ പല കാര്യങ്ങളും പഠിക്കുന്ന കൂട്ടത്തിലാണ്. പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ടി ജിയുടെ ഒരു കമൻ്റ് അറിയാൻ ഇന്ന് സവിശേഷമായ താല്പര്യമുണ്ടാകും. ടി ജി ഒന്ന് പറഞ്ഞു. സാറേ, ഇത് പുതിയ കാര്യമല്ല. CK പത്മനാഭൻ പറഞ്ഞതിൽ യാതൊരു പുതുമയുമില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. BJPക്ക് ഒരു ഹിന്ദു ബേസാണുള്ളത്. പക്ഷെ അതുകൊണ്ട് മാത്രം പറ്റില്ല, മറ്റ് സമുദായങ്ങളെയും കൂടെ കൊണ്ടുപോകണം. ഇത് BJPയിലെ എല്ലാവരുടെയും അഭിപ്രായമാണ്. മറ്റ് സമുദായങ്ങളെ കൂടെ കൊണ്ടുപോകരുത് എന്ന് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ BJPയിൽ? അതാരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ മറ്റ് പാർട്ടിക്കാർ BJPക്ക് ആരോപിക്കുന്ന ഒരു കുറ്റമാണ്, അവർ ക്രിസ്ത്യൻ വിരുദ്ധരാണ്, മുസ്ലിം വിരുദ്ധരാണ്. അവരുടെ ആരോപണം അല്ലാതെ BJPയുടെ പ്രവർത്തനത്തിൽ നിങ്ങൾക്കത് കാണാൻ സാധ്യമല്ല. ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ അതിന് വിരുദ്ധമായി ഗോൾവാൾക്കർ സ്റ്റേറ്റ്മെൻറ്റ് വ്യത്യസ്തമായി നിൽക്കുന്നുണ്ട്. ഗോൾവൽക്കറുടെ സ്റ്റേറ്റ്മെൻറ്റ് വേറൊരു ആഭ്യന്തര ശത്രുക്കൾ, ഒന്ന് പറഞ്ഞോളൂ, അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണ്? നോക്കൂ, ഈ മൂന്ന് ശക്തികൾ, കമ്മ്യൂണിസ്റ്റ്, ക്രിസ്ത്യാനി, മുസ്ലിങ്ങൾ എക്സ്ക്ലൂസിവിസ്റ്റ് ഐഡിയോളജിയാണ്. അടഞ്ഞുപോയ മനസ്സാണ്, ഉള്ളവൻ ഇല്ലാത്തവൻ, വർഗബന്ധം അങ്ങനെയാണ്. വിശ്വാസി അവിശ്വാസി, ബിലീവർ ആൻഡ് ഹെററ്റിക്. ക്രിസ്ത്യാനിറ്റി ഹെററ്റിക് ആണെന്ന് പറഞ്ഞിട്ട് എത്രയോ പേരെ കൊല്ലുകയും ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഹിസ്റ്റോറിക്. ഇസ്ലാമും അങ്ങനെയാണ്, ധാരാളം. മുസ്ലിമും കാഫിർ. ആ ഡിവൈഡാണ് അവർക്ക്. കറക്റ്റ്. ഇപ്പോൾ ഈ എക്സ്ക്ലൂസീവ് ഐഡിയോളജീസ്, ദേ ആർ എ ത്രെറ്റ് ടു ഇന്ത്യ, ടു ദ ഹോൾ വേൾഡ്. ഇവർ തമ്മിൽ നടന്ന കുരിശ് യുദ്ധങ്ങൾ ചരിത്രത്തിലെ വലിയ യുദ്ധങ്ങളായിരുന്നു. എത്ര പേര് കൊല്ലപ്പെട്ടു, ക്രൂസേഡ്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് പാർട്ട് ഓഫ് ഹിസ്റ്ററി. അത് വെച്ചിട്ട് ഈ മൂന്ന് ഐഡിയോളജി, സ്റ്റാലിനും ലെനിനും ഒക്കെ കൊന്നുതള്ളിയ ആൾക്കാരുണ്ട്. പോൾ പോട്ട് ഈ പാവങ്ങളെ ഇല്ലാതാക്കാനായിട്ട്
50% പേരാണ് അവിടെ പണക്കാർ, ബാക്കി 50% പാവങ്ങളാണ്. പോൾപോട്ട് പറഞ്ഞു ആ 50% അങ്ങ് കൊന്നുകളാം, എളുപ്പം അതാണ്. എളുപ്പമാണ്. അങ്ങനെ കൊന്നു പോൾപോട്ട്. അപ്പോൾ ഇത് അവസാനം ഇത് കമ്മ്യൂണിസം തകർന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ചരിത്രമൊക്കെ പുറത്തു വരുന്നത്, കണക്ക് വന്നത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പോൾ ഈ 3 എക്സ്ക്ലൂസിവിസ്റ്റ് ഐഡിയോളജി, അത് ദാറ്റ് ഈസ് എ ത്രെറ്റ്. ഇത് ആ ഐഡിയോളജി ഒരു ത്രെറ്റാണ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ജോസഫോ തോമസോ മുഹമ്മദോ അൻവറോ ശത്രുവാണ് അർത്ഥമാകുന്നത്. എന്നർത്ഥമില്ല. ആ ഐഡിയോളജി ഈസ് പ്രോബ്ലം. അതെ, ഇതാണ് ഗോൾവൽക്കർ പറഞ്ഞത്. അത് പോട്ടെ, അത് കഴിഞ്ഞു, വർഷങ്ങൾ എത്രയോ കഴിഞ്ഞു. കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൽ തന്നെ ഈ ചോദ്യം 90കളിൽ അഡ്വാനിയോട് ചോദിച്ചിരുന്നു. ഓ, മുസ്ലിങ്ങൾ ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? അഡ്വാനി പറഞ്ഞു, മുസ്ലിങ്ങളില്ലാതെ ചിലപ്പോൾ അധികാരത്തിൽ വരാൻ പറ്റിയെന്ന് വരും. ഇന്ത്യയുടെ മൊത്തം ഡെമോഗ്രഫി എടുത്തു കഴിയുമ്പോൾ മുസ്ലിങ്ങളില്ലാതെ അധികാരത്തിൽ വരാൻ പറ്റിയെന്ന് വരും. അതാണ് മോദി സർക്കാരിനെ പറ്റിയൊരു ആക്ഷേപം വന്നത്. ഒരൊറ്റ മുസ്ലിം സ്ഥാനാർത്ഥിയില്ല, ഒരാളെയും ജയിപ്പിച്ചില്ല, ബട്ട് സ്റ്റിൽ മോദി ഈസ് ദ പ്രൈം മിനിസ്റ്റർ. ഇത് 90s അഡ്വാനി പറഞ്ഞതാണ്. അധികാരത്തിൽ ഒരുപക്ഷെ വരാൻ പറ്റിയെന്ന് വരും, എന്നാൽ അവരെയും കൂടെ ചേർത്തേ ഭരിക്കാൻ പറ്റുള്ളൂ. അവരിവിടെ ഉണ്ട്. അതാണ് ജനാധിപത്യം. കറക്റ്റ്. നിങ്ങൾക്ക് അവരെ അവോയ്ഡ് ചെയ്ത് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അധികാരത്തിലെത്താനായിട്ട് ഈ പല സമവാക്യങ്ങളുണ്ടല്ലോ, ജാതി സമവാക്യങ്ങൾ, മതസമവാക്യങ്ങൾ, സാമ്പത്തിക സമവാക്യങ്ങൾ. ഇത് സമർത്ഥമായിട്ട് നമ്മൾ കളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ജനാധിപത്യത്തിൽ നിങ്ങൾ അധികാരത്തിൽ വരും. 100 വോട്ടർമാരുണ്ട്, അതിൽ 25 വോട്ടർമാർ എൻ്റെ വിശ്വസ്തരായിട്ട് എൻ്റെ പോക്കറ്റിലുണ്ട്. എനിക്ക് ഈ 25 എന്നുള്ളത് 30, 35, 40 ആക്കാനായിട്ട് പരിശ്രമിക്കാം. അതല്ലെങ്കിൽ 25 കയ്യിൽ വെച്ച് ബാക്കി 75 ഉണ്ടല്ലോ, അതിന് ചെതറിച്ച് കളയുക. അപ്പോഴും എനിക്ക് അധികാരത്തിൽ വരാം. വെറും 25 വോട്ടും വെച്ച് ഞാൻ അധികാരത്തിൽ വരും. അപ്പോൾ ഇറ്റ് ഈസ് പോസിബിൾ ഇൻ എ ഡെമോക്രസി. അതാണ് അഡ്വാനി പറഞ്ഞത്. അവരില്ലാതെ അധികാരത്തിൽ വരാൻ പറ്റും, പക്ഷേ അവരില്ലാതെ ഭരിക്കാൻ പറ്റില്ല. 25 പേരെയും കൊണ്ട് എനിക്ക് മുഖ്യമന്ത്രിയാവാം, പക്ഷേ 75 പേരെ ഇല്ല എന്ന് നടിച്ചുകൊണ്ട് എനിക്ക് ഭരിക്കാൻ പറ്റില്ല. അത് വലിയ പ്രശ്നത്തിൽ കലാശിക്കും. അപ്പോൾ ഇത് അഡ്വാനി കൊടുത്ത ഉത്തരമായിരുന്നു. ഇപ്പോൾ CK പത്മനാഭൻ പറയുന്നത് സ്വാഭാവികമായൊരു ഉത്തരം മാത്രമാണ്. അത് പുതിയ കണ്ടെത്തലോ പുതിയ സ്റ്റേറ്റ്മെൻറ്റോ ഒന്നുമല്ല. ഇതെല്ലാവർക്കും അറിയാം, അറിഞ്ഞുകൂടായിട്ടൊന്നുമല്ല. അതുകൊണ്ടാണ് മറ്റ് പാർട്ടികളെല്ലാം ചേർന്നിട്ട് BJPയെ ഒരു ഭീകരജന്തുവായിട്ട് എപ്പോഴും ചിത്രീകരിക്കുന്നത്. അതിന് അവർക്ക് മഹാരാഷ്ട്രയിലെ ഒരു കൗൺസിലർ പറഞ്ഞ കാര്യം, മധ്യപ്രദേശിലെ ഒരാളുടെ പ്രസംഗം, ഉത്തർപ്രദേശിലെ ഒരു പ്രസംഗം, ഇതൊക്കെ അവർക്ക് കിട്ടുകയും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും നോൺസെൻസൊക്കെ പ്രസംഗിച്ചുകൊണ്ട് നടക്കില്ല. അത് കേരളത്തിൽ കൊണ്ടുവന്ന് ആഘോഷിക്കുന്ന സാറ് കണ്ടിട്ടില്ല? തീർച്ചയായിട്ടും. ആ ഹിമാചൽ പ്രദേശിലൊരാൾ പശു ഇങ്ങനെയാണെന്നൊക്കെ പറയും, ഉടനെ അത് കേരളത്തിൽ വലിയ വാർത്തയാക്കിയിട്ട് നമ്മൾ ആദ്യമായിട്ടായിരിക്കും ഇയാളെ കേൾക്കുന്നത്. ഹൽദി സിംഗ് ധനിയ, ഇയാൾ ആരപ്പോൾ? അങ്ങനെ അന്വേഷിച്ച് പോകുമ്പോഴാണ് അയാൾ അവിടുത്തെ ഏതോ കോർപ്പറേഷനിലെ ഒരു മുനിസിപ്പൽ കൗൺസിലറാണ്. അയാളുടെ പ്രസംഗത്തിൽ, അവിടുത്തെ ഒരു ലോക്കൽ പ്രസംഗത്തിൽ അയാൾ പറഞ്ഞ നോൺസെൻസ് സോഷ്യൽ മീഡിയ വഴി വരികയും ഇവർ ടേക്കപ്പ് ചെയ്യുകയും കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കുകയും ചെയ്യുന്ന പരിപാടി. അപ്പോൾ അത് നിരന്തരം മറ്റ് പാർട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പേടി കൊണ്ടാണ്. ഒരു മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം യഥാർത്ഥത്തിൽ നിലവിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നടക്കുന്ന കള്ള പൊളിറ്റിക്സൊക്കെ പല കച്ചവടവും പൂട്ടും. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ചർച്ചയിൽ ഞാൻ പറഞ്ഞത്, CPM സംഘപരിവാറുമായിട്ട് സൗഹൃദം, അതിൽ മുസ്ലിം ലീഗ് ചേരുന്നു, പ്ലസ് ക്രിസ്ത്യൻസ് ഗ്രാവിറ്റേറ്റ് ചെയ്യും. അവർക്ക് പ്രത്യേകിച്ച് ഒരു പാർട്ടിയില്ല. 2 ദിവസം കൊണ്ട് 1 ലക്ഷത്തോളം ആളുകൾ കണ്ടുകിട്ടും. കേരള കോൺഗ്രസ് ഒരു ക്രിസ്ത്യൻ പാർട്ടി ആണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ ക്രിസ്ത്യാനികളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കേരള കോൺഗ്രസ് ആണ്. അവർ പല കഷ്ണങ്ങളുമാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ട് ഈ അലയൻസിൻ്റെ കൂടെ ഗ്രാവിറ്റേറ്റ് ചെയ്യും. അങ്ങനെ ആയിരിക്കും കേരളത്തിൽ ഒരു സ്റ്റേബിൾ ഭരണം വരിക. അതിന് എത്ര വർഷം എടുക്കുമെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റേബിൾ ആവണമെങ്കിൽ
ഈ 3 ക്യാരക്ടർ. ഒന്നാമത് കേരളത്തിലെ അനാവശ്യമായ ഒരു ചിന്തയുണ്ട്. മതം വളരെ മോശപ്പെട്ടൊരു കാര്യമാണ്, മതം പറയാൻ പാടില്ല എന്നൊക്കെയുള്ള. അതൊന്നും ശരിയല്ല, എല്ലാവരുടെയും ഉള്ളിലുള്ളതാണത്. എന്തിനാണ് അതില്ല? അതാണ് നമ്മുടെ ഇടതുപക്ഷ സ്വഭാവം എന്നാണ് വെപ്പ്. അതെല്ലാ പാർട്ടിയിലും ഉണ്ട് ഈ ഇടതുപക്ഷക്കാർ. ഈ നമ്മുടെ ഭരണഘടന എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ആണയിടും. ഭരണഘടനയിൽ സെക്യുലറിസം പിന്നീട് വന്നതാണ്, വിവാദ വിഷയമാണ്. ബട്ട് അതുണ്ടല്ലോ. അപ്പം അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭരണത്തിൽ മതം കൈകടത്തരുത് എന്നേ അർത്ഥമുള്ളൂ. അതെ, രാഷ്ട്രീയ പാർട്ടിയിൽ മതം കൈകടത്തരുതെന്ന് എവിടെയാണ് നിയമം? ഇല്ല, പറഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മതം പറഞ്ഞ് വോട്ട് പിടിക്കരുത്, ദൈവത്തെ ഉപയോഗിക്കരുത് എന്നൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചട്ടം. അത് മോഡൽ കോഡ് ഓഫ് കോണ്ടാക്റ്റ് നിലവിൽ വരുമ്പോഴാണ് ആ ചട്ടം നിലവിൽ വരുന്നത്. അന്ന് മാത്രമാണ് ആ ദിവസം. അതല്ലാത്ത സമയത്ത് രാഷ്ട്രീയക്കാർക്ക് മതം പറയാം, മതം പറഞ്ഞുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താം. ഇതൊക്കെ കൊണ്ടാണ് മഹാത്മാഗാന്ധി പറഞ്ഞത് മതമില്ലാത്ത രാഷ്ട്രീയം ഭ്രാന്തായിട്ട് മാറും പറഞ്ഞു. മഹാത്മാഗാന്ധി പറഞ്ഞത് പിന്നെ വേറൊരു സർട്ടിഫിക്കറ്റ് വേണ്ട. അപ്പോൾ ഈ മതം ബോൾഡായിട്ട് നിങ്ങൾ പറയുന്നത് ഇറ്റ്സ് എ റിയാലിറ്റി. ഒരു കാലത്ത് ജാതി പറയാൻ പാടില്ലായിരുന്നു, ഇപ്പോൾ എല്ലാവരും പറയുന്നു ജാതി ഒരു യാഥാർത്ഥ്യമാണ്, ജാതിയുടെ പേരിൽ പൊളിറ്റിക്സ് കളിക്കുന്നു. അതിനൊരു കുഴപ്പമില്ല. മതത്തിൻ്റെ പേരിൽ പൊളിറ്റിക്സ് ആകുമ്പോൾ അതെന്തോ വലിയ പ്രശ്നമായി. ജാതിയുടെ പേരിൽ പൊളിറ്റിക്സ് നടത്താമെങ്കിൽ മതത്തിൻ്റെ പേരിലും പൊളിറ്റിക്സ് നടത്താം. ഒറ്റ സെക്കൻഡ്, ഒ വി വിജയൻ ടി ജി പറഞ്ഞപ്പോൾ എനിക്കൊരു തമാശ ഓർമ്മ വന്നു. പ്രവാചകൻ്റെ വഴിയിലാണെന്ന് തോന്നുന്നു വിജയൻ പറയുന്നുണ്ട്. ഞാനത് അന്ന് വായിച്ച പോലെ അത്ഭുതം തോന്നി. ജാതീയത ഇല്ലാതാക്കാൻ, മനുഷ്യർ തമ്മിൽ ജാതീയത ഇല്ലാതാക്കാൻ രാവിലെ ഇറങ്ങിയിട്ട് കണ്ടുമുട്ടുന്ന എല്ലാ കൂട്ടുകാരും തമ്മിൽ ജാതി പറഞ്ഞ് തെറി വിളിച്ച് നോക്കൂ, ഈ നാട് നന്നാവും എന്ന് പറയുന്നുണ്ട്. ഈ ജാതി എന്തോ മിണ്ടാൻ പാടില്ലാത്തൊരു സാധനമാണെന്ന് പറയുമ്പോഴാണ് ടി ജി പറയുന്ന പോലെ ഇത് വല്ലാതെ സംഘർഷമാകും. ഒ വി ഞാൻ അത് എഴുതിയ കാലത്ത് ഞാൻ കോളേജിൽ പഠിക്കുകയാണെന്നാണ് എൻ്റെ ഓർമ്മ. എൻ്റെ കോളേജിൽ ഞങ്ങൾ ജാതിയും മതവും പറയുമായിരുന്നു. CET-ലോ? പറഞ്ഞു തന്നെ കളിയാക്കി വിളിക്കും. ഈഴവനെ കൊട്ടി എന്ന് വിളിക്കും. 1 2 തവണ സിനിമയ്ക്ക് പോകാനായിട്ട് ഇറങ്ങി വാടാ ഇവൻ ഒരുങ്ങി തീർന്നില്ല. 3ാമത്തെ വിളി കൊട്ടി ഇറങ്ങി വാടാ ഇവിടെ. ഇതാണ്. അതിൻ്റെ കൂടെ വേറെ ചില വാക്കുകളൊക്കെ ഉണ്ടാകും. ദാറ്റ് വാസ് പെർമിറ്റഡ്. മുസ്ലിങ്ങളെ വിളിക്കുന്ന വാക്ക് ദാറ്റ് വാസ് പെർമിറ്റഡ്. കോളേജ് ഹോസ്റ്റലിലൊക്കെ പരസ്യ വേദികളിൽ ഉപയോഗിക്കില്ല. പക്ഷേ സൗഹൃദത്തിൽ പറയുമല്ലോ, സ്നേഹത്തോടെ. അത് ഒരു ജാതി വിവേചനമോ സംഗതിയോ അങ്ങനെയൊന്നും ആരും കണ്ടിരുന്നില്ല. MP നാരായണപിള്ള എഴുതിയിരുന്നു. MP നാരായണപിള്ള ഒരു കോളം ഉണ്ടായിരുന്നില്ല, കലാകൗമുദി. അതിൽ MP നാരായണപിള്ള എഴുതി ഈ ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ചു എന്നൊക്കെ പറയുന്നത് എന്ത് പരിപാടിയാണിത്? ഐ എം എ പുലയ സോ ബ്ലഡി വാട്ട് എന്ന് ചോദിക്കുക. അതോടെ കഴിഞ്ഞു ആ പ്രശ്നം. അപ്പോൾ ബട്ട് എനിവേ അതങ്ങനെ ആ പൊളിറ്റിക്സ് അംബേദ്കറൈറ്റ്സ് ആയിട്ട് പല രീതിയിൽ ജാതിയെ ഉപയോഗിക്കുന്ന ഏർപ്പാട് വന്നു. മതത്തെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തോ മഹാഭാവമാണെന്നുള്ള ധാരണ ഇപ്പോഴും നിലനിൽക്കുന്നു. ആ ധാരണയും മാറ്റിവെക്കുക ബോൾഡായിട്ട്. ഇറ്റ് ഈസ് ദെയർ, യു യൂസ് ഇറ്റ്. അതിൻ്റെ പേരിൽ ഇത്ര പേരുണ്ട് ഇന്നത് ചെയ്യണം എന്നൊക്കെയുള്ളത് അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ CK പത്മനാഭൻ പറയുന്നത് പണ്ട് അദ്വാനി പറഞ്ഞതും BJP നടപ്പിലാക്കിയതും ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യം 1967 3 4 സ്ഥലത്ത് ഭാരതീയ ജനസംഘമാണെന്ന് BJP ആയിട്ടില്ല. ഭാരതീയ ജനസംഘം, CPI, CPM, പിന്നെ നമ്മളുടെ റാം മനോഹർ ലോഹ്യയുടെ സോഷ്യലിസ്റ്റ് പാർട്ടി, ഇവരൊക്കെ ചേർന്ന് മന്ത്രിസഭ ഉണ്ടാക്കിയിരുന്നു. ഉത്തർപ്രദേശ്, ബീഹാർ, പല സംസ്ഥാനം, പഞ്ചാബ് ഒക്കെ. പഞ്ചാബിൽ ആ മന്ത്രിസഭ ഭരിക്കുമ്പോൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ഹർകിഷൻ സിംഗ് സുർജിത്ത് ആയിരുന്നു. സോ ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻഡ് ആഫ്റ്റർവേഡ്സ്. അതിനുശേഷമാണ് ഇവരൊക്കെ തമ്മിൽ അതിഭയങ്കരമായ പിന്നെ വന്നതാണ്. അതൊക്കെ പിന്നീട് വന്നതാണ്. അന്നൊന്നും ഇതൊന്നും ഇല്ല. ഈ അദ്വാനിയുടെ ആ കൺസെപ്റ്റ് ഒരുപക്ഷെ CK പറഞ്ഞത് അതായിരിക്കണം. പക്ഷേ ആ ഒരു ബോധം BJPയുടെ സംസ്ഥാനത്തെ, ഒരു കേരള സംസ്ഥാനത്ത് ആ ഒരു ബോധത്തിൻ്റെ ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. മൊറാർജിയുടെ ആ ഒരു വിഖ്യാതമായ കൊലീബി സഖ്യം വന്നല്ലോ 91 അല്ലേ? അദ്ദേഹം എഴുതിയിട്ടുണ്ട് യാതൊരു മറയുമില്ലാതെ, ഞാൻ തന്നെയാണ് മുൻകൈ എടുത്തതെന്നും പറയുന്നുണ്ട്. പക്ഷെ
അക്കാര്യത്തിൽ പിന്നെ BJP യും പുറകോട്ട് പോയോ? കടുത്ത ഒരു ഒരു ഈ പറഞ്ഞ വിഭാഗീയത പറയുന്നതിലും ഇല്ല, അപരനെ സൃഷ്ടിക്കുന്നതിലും ഒക്കെ. ഇല്ല, BJP പുറകോട്ട് പോയില്ല സാർ. അന്ന് സംഭവിച്ചത് രാജീവ് ഗാന്ധിയുടെ മരണത്തോടുകൂടി ഈ അലയൻസ് പൊളിഞ്ഞു. ഇതിൻ്റെ ആവശ്യം മുസ്ലിം ലീഗിനോ കോൺഗ്രസിനോ ഇല്ലാതെയായി. സഹതാപ തരംഗത്തിൽ ഇടിച്ചു കയറി. നമ്പർ 2, 91 ആയപ്പോഴത്തേക്ക് രാമജന്മഭൂമി പ്രസ്ഥാനം സജീവം അതിൻ്റെ പീക്കിലെത്തി. 92 ഡിസംബറിൽ പള്ളി തകർന്നു. അപ്പോൾ അന്ന് BJP രാമജന്മഭൂമി പ്രസ്ഥാനത്തിൻ്റെ കൂടെയാണ്. അതിന് വലിയ അവർ പാലൻപൂർ സമ്മേളനം അവരുടെ 89-ൽ അതിൽ വലിയ ചർച്ച നടന്നു BJPക്കുള്ളിൽ. ഒരു വിഭാഗം പറഞ്ഞു ഇതൊരു മതപരമായ ഇഷ്യൂ ആണ്, ഇത് പൊളിറ്റിക്കൽ പാർട്ടി ടേക്കപ്പ് ചെയ്യരുത്. ഇതായിരുന്നു അവരുടെ വാദം. മറ്റേ വിഭാഗമാണ് പറഞ്ഞത് ഇത് മതപരമായ ഇഷ്യൂ അല്ല, ഇത് ഒരു കൾച്ചറൽ ഇഷ്യൂ ആണ്, കൾച്ചറൽ ഐഡൻറ്റിറ്റിയുടെ ഇഷ്യൂ ആണ്. വെറുതെ ഒരു അമ്പലമാണെങ്കിൽ ഒരു പാർട്ടി ഇടപെടാൻ പാടില്ല. ശരി, അത് എങ്ങനെയാണെന്ന് വെച്ചാൽ തീരട്ടെ എന്ന് വയ്ക്കാം. രാമക്ഷേത്രം അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് അവർക്കായിരുന്നു പാർട്ടിയിൽ ഭൂരിപക്ഷം. അങ്ങനെയാണ് അത് അവർ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. പിന്നീട് അഡ്വാനിയുടെ രഥയാത്ര ഒക്കെ തുടങ്ങുന്നത്. ഈ അവസരത്തിൽ രാമജന്മഭൂമി പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിന്നു എന്നുള്ള ഒറ്റക്കുറ്റത്തിന് കേരളത്തിലെ BJPക്കും ഇതിൻ്റെ ഡാമേജ് അനുഭവിക്കാൻ വലിയ തോതിലുണ്ടായി. ഇവർ ഷാർപ്പ് ഹിന്ദുത്വ അത് വന്നു കഴിയുമ്പോൾ ഇപ്പുറത്തുണ്ടാകുന്ന റിയാക്ഷൻ എന്താ? 3-4 തവണ സാറിനെ ചീത്ത പറയുമ്പോൾ എന്നാൽ ഞാൻ അങ്ങനെ തന്നെയാണ് എന്ന് പറയാൻ വരാം. മാത്രമല്ല ഇവർക്കും രാമജന്മഭൂമി ക്യാമ്പയിൻ നടത്തണം കേരളത്തിൽ. അപ്പോൾ അങ്ങനെയാണ് ഈ കൊലിബി സഖ്യം ഒന്ന് മറ്റവർക്ക് ആവശ്യമില്ലാതായി, വേറൊന്ന് അതിലും വലിയ ഒരു പ്രോ ഹിന്ദു ഇഷ്യൂ വന്ന് ചാടുകയും ചെയ്തു. അങ്ങനെ അത് പുതിയ കാലത്ത് ഇങ്ങനെ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ്സ് ആയി വന്ന് സംഭവിച്ചു കഴിഞ്ഞ, പ്രത്യേകിച്ച് എല്ലാ കമ്മ്യൂണിറ്റികളും ഏതാണ്ട് എൻബ്ലോക്കായിട്ട് BJPക്കെതിരായി ചിന്തിക്കുന്ന ഒരു കാലത്ത് ഒരു ബ്രിഡ്ജിങ്ങിന് എന്താണ് TG നിർദ്ദേശിക്കുന്ന വഴി? ഇല്ല, ബ്രിഡ്ജിങ് പെട്ടെന്നൊന്നും സാധിക്കില്ല. ഒന്ന്, BJPയുടെ കയ്യിൽ സീറ്റില്ല, അധികാരം വേണം. സാറിൻ്റെ കയ്യിൽ 10,000 രൂപയുണ്ട്, എൻ്റെ 10 പൈസ പോലും ഇല്ല. ഞാൻ സാറുമായിട്ട് കൂട്ടുകൂടാൻ ആഗ്രഹിക്കുന്നു. സാറ് നോക്കി ഇവൻ്റെ കൂടെ കൂടിയാൽ എൻ്റെ പോക്കറ്റിൽ നിന്ന് കാശിട്ട് ഇവനും ചായയും പരിപ്പൂടെയും മേടിച്ചു കൊടുക്കേണ്ടി വരും, അത് മുതലാവില്ല. അതേസമയം എൻ്റെ കയ്യിലൊരു 100 രൂപയെങ്കിലും ഉണ്ടെങ്കിൽ സാറ് വിചാരിക്കാം അവൻ്റെ ചിലവിൽ പോവാം. കുറവാണ്, പക്ഷേ അവൻ്റെ ഒരു കാശുണ്ട്, അത്യാവശ്യം അവനും ചിലവാക്കും. BJPക്ക് സംഭവിക്കുന്ന ഇതാണ്. കേരളത്തിൽ BJPയുടെ കയ്യിൽ സീറ്റില്ല. സീറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റാരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ BJP ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇപ്പോൾ അവർ ചെയ്യുന്നത് ബേസിക്കായിട്ടൊരു 10-15 സീറ്റ് ഉണ്ടാക്കുക, പിന്നെ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. അതിനുള്ള അടവും നയവും ഒക്കെ ആവിഷ്കരിച്ച് വരുന്നുണ്ടോ അവർ? ആ അടവും നയവും അധ്വാനവും ഒക്കെ ചെയ്യുന്നുണ്ട്. പലപ്പോഴും വിജയിക്കുന്നില്ല, കാരണം അവരെ ഇങ്ങനെ കോർണർ ചെയ്യുന്നുണ്ട്. ഒരു തവണ നിയമത്തെ അവർ ജയിച്ചു കഴിഞ്ഞപ്പോൾ അത് എല്ലാവർക്കും പൊള്ളി. അപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും അവരെ തോൽപ്പിക്കണം, തുറന്ന അക്കൗണ്ട് അടപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ഇവർക്കൊരു ഇൻട്രോഡ് കിട്ടാൻ പ്രയാസമാണ്. ബട്ട് ഇപ്പോൾ അത് മാറിയിട്ട് ഈ നിരന്തരം ഒരു കരിങ്കല്ലടിക്കുമ്പോൾ 10-100 അടി അടിച്ചിട്ടും അത് പൊട്ടിയില്ല. അതുകൊണ്ട് BJP അത് ഉപേക്ഷിക്കുന്നില്ല. ചിലപ്പോൾ 101ാമത്തെ അടിക്കായിരിക്കും ഈ കരിങ്കല്ല് പൊട്ടുന്നത്. ഓക്കെ, എന്തായാലും CK പത്മനാഭൻ്റെ ലൈനാണ് BJPയുടെ സുവിദിതമായ ലൈൻ എന്നാണ്. ഫോർ ഇയേഴ്സ് ടുഗദർ, പുതിയതല്ല, അല്ല, ആ വഴിക്ക് പോയാൽ തന്നെയാണ് വിജയത്തിൻ്റെ മാർഗമെന്നാണ് TG പറയുന്നത്. എല്ലാവരെയും ചേർത്ത് പിടിച്ചാലല്ലാതെ വിജയിക്കാൻ പറ്റില്ല. വെള്ളാപ്പള്ളിയിലേക്ക് വരാം. വെള്ളാപ്പള്ളി മുസ്ലിം ലീഗിനെ കുറിച്ചാണ് പറഞ്ഞത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് BJP സർക്കിളിൽ നിന്ന് മുസ്ലിം ലീഗിനെ സൂക്ഷ്മമായി വായിച്ചുകൊണ്ട് തന്നെ പോസിറ്റീവായി അവരെക്കുറിച്ച് പറഞ്ഞ, അവർ വർഗീയവാദികളല്ല എന്നും അവർ മാന്യന്മാരായ പങ്കാളികളാണ് എന്നൊക്കെ പുതിയ കാലത്ത് മറ്റെല്ലാവരും മടിച്ചു നിൽക്കുമ്പോൾ ഉറച്ചു പറഞ്ഞ ഒരാളാണ് TG. ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് വെള്ളാപ്പള്ളിയുടെ ഈ പുതിയ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച്? ഈ നടേശൻ മുതലാളിക്ക് അങ്ങനെ ഒരു ഈ ഇൻസ്റ്റൻറ്റ് റിയാക്ഷൻ നടത്തുന്ന ആളാണ്. ആലോചിച്ച് പറയുന്നൊന്നുമല്ല. അദ്ദേഹം ആലോചിച്ചൊരു സ്ട്രാറ്റജി ആയിട്ട് പറയുകയോ അങ്ങനെയൊന്നും ചെയ്തു അപ്പോൾ മനസ്സിൽ വന്നത് അപ്പം പറയാം. ഇത് പറഞ്ഞത് അബദ്ധമായി പോയി എന്നാരെങ്കിലും പറയുകയാണെന്ന് വെച്ചോ, അബദ്ധമായോടാ, അതൊക്കെ തിരുത്താം, നമുക്ക് തിരുത്തിയിട്ടുമുണ്ട് അദ്ദേഹം. ശരി.
അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ഈ സ്പെർ ഓഫ് ദ മൊമെൻ്റ് ഉള്ള ഒരു പ്രയോഗമാണ്. പെട്ടെന്നൊരു ദേഷ്യത്തിലോ അല്ലെങ്കിൽ അദ്ദേഹം അസാമാന്യ സർക്കാസം ഉപയോഗിക്കുന്ന ആളാണ് നരേശൻ മലയാളി. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ പറഞ്ഞതുമാകാം. അതല്ലാതെ അദ്ദേഹം അത് ഉള്ളിൽ തട്ടി മൊത്തത്തിൽ വിലയിരുത്തി അങ്ങനെ പറഞ്ഞതാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പം നമ്മൾ ഈ പെട്ടെന്നുണ്ടായ ക്ഷോഭത്തിലോ അല്ലെങ്കിൽ തമാശ പറയുമ്പോൾ അല്പം ഓവർ റീച്ച് നടത്തും ആൾക്കാർ. എക്സ്ട്രീമാണ് കുറച്ച്. പലപ്പോഴും നടേശൻ മലയാളി എക്സ്ട്രീം സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നടത്തും. പലതും അവിശ്വസനീയമാണ്. കേരളത്തിലെ ഈഴവ സമുദായത്തിൻ്റെ വളർച്ചയ്ക്ക് വലിയ തടസ്സം നിൽക്കുന്നത് മുസ്ലിം ലീഗ് എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ മുസ്ലിം ലീഗിന് കേരളീയ സമൂഹത്തിലും പൊളിറ്റിക്സിലും ഇല്ലാത്ത സ്വാധീനം വെള്ളാപ്പള്ളിക്കുണ്ട്. അത് കുഞ്ഞാലിക്കുട്ടി ഒരു തവണ കാണുമ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ കാര്യം ഇദ്ദേഹം മാറിപ്പറഞ്ഞൊന്നും വരും, തിരിച്ചും പറയും. അത്രേ ഉള്ളൂ. ഇതൊക്കെ ഒരു അല്ല, ഞാൻ പറയാം അത്രേ ഉള്ളൂ എന്നല്ല. അദ്ദേഹം തീർച്ചയായിട്ടും നല്ലൊരു വിഷനുള്ള മനുഷ്യനാണ്. ബട്ട് സംസാരിക്കുമ്പോൾ കരുതൽ ഇല്ലാതെ. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിഷ്കളങ്കനാണ് ആ മനുഷ്യൻ. ഉള്ളിൽ നിന്ന് വന്നത് പെട്ടെന്ന് പറയും, നീ ഓടാ പുല്ലേ എന്നങ്ങ് പറയും. അത് ഇയാൾ പുല്ലാണെന്ന് വിചാരിച്ചിട്ടോ അതിനങ്ങനെ ഒരു ഡയമെൻഷൻ വിചാരിച്ചോ ഒന്നുമല്ല, പെട്ടെന്ന് വന്ന് അങ്ങ് പറയും. മറുപടി പറഞ്ഞും ചീത്ത വിളിച്ചും ആക്ഷേപിച്ചും അദ്ദേഹത്തെ ഒരു ദുഷ്ടനാക്കി മാറ്റേണ്ടതില്ല. ഇല്ല ഇല്ല ഇല്ല, അതാരും ചെയ്യുകയുമില്ല. ലീസ്റ്റ് ഇതിൽ റിയാക്ട് ചെയ്യുന്നത് മുസ്ലിം ലീഗ് അതിനാണ് സാധ്യത. ലീഗ് പൊതുവെ ശരിയാണ് കേട്ടോ. ലീഗിന് അറിയാം നടേശൻ മലയാളി രീതി അങ്ങനെയാണ്. അപ്പോൾ അത് കേട്ട് കഴിയുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയാണെങ്കിലും ET മുഹമ്മദ് ബഷീറാണെങ്കിലും പാണക്കാട് തങ്ങളാണെങ്കിലും ആദ്യം ഒന്നും ചിരിക്കും, ഇരിക്കട്ടെ എന്ന്, പുള്ളിയോട് നമുക്ക് സംസാരിക്കാമല്ലോ എന്ന് പറയാം. അല്ലാതെ പബ്ലിക് റിയാക്ഷൻ കാണാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വരില്ല. ഓക്കെ, എന്തായാലും ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിനെയും ഈ രണ്ട് എക്സ്ട്രീമാണല്ലോ ആളുകൾക്കറിയാം. ഒന്നുകിൽ അതിനെ പിന്തുണച്ചുകൊണ്ട് ഹല്ലേലൂയ വിളിക്കുക, അല്ലെങ്കിൽ രൂക്ഷമായി ആക്രമിച്ചുകൊണ്ട് തെറി വിളിക്കുക. ഈ രണ്ട് മാർഗവും അല്ലാത്ത ഒരു ചിന്തയുടെ മാർഗം, മൗലികമായ ഒരു ചിന്തയുടെ നന്മയുടെ മാർഗം, കേരളത്തിൻ്റെ ഒരു ആത്യന്തികമായ ഐക്യത്തിൻ്റെയും പുരോഗതിയുടെയും മാർഗം, ആ വഴിക്ക് ചിന്തിക്കുമ്പോൾ ഈ രണ്ടിലും CK പത്മനാഭനെ പിന്തുണക്കാനും വെള്ളാപ്പള്ളി നടേശനെ മനസ്സിലാക്കാനും തീർച്ചയായും ഞാൻ ആ വാക്ക് കറക്റ്റാണ്. ആ വാക്ക് ഞാൻ ആലോചിക്കായിരുന്നു ഏത് ടേമാണ് കറക്റ്റ്. വെള്ളാപ്പള്ളിയെ അറിയുക, CK പത്മനാഭൻ പറഞ്ഞതിൻ്റെ ശരി തിരിച്ചറിയുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.